ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, കൂട്ടായ്മയുടെ അന്തസത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കൊളോസസിലെ സഭയ്ക്ക് വേണ്ടി എഴുതുകയാണ്. കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. നിങ്ങളിൽ ഒരുവനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, നിങ്ങളിൽ ഒരുവനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അഭിവാദനം ചെയ്യാൻ മാത്രമല്ല, ചെയ്യാം. നിങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുമനസ്സിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതിനും, ദൈവത്തിൻ്റെ തിരുമനസ്സിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതിനും പക്വതയോടെ നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ്റെ പ്രാർത്ഥനകളിൽ താൽപ്പര്യപൂർവം അനുസ്മരിക്കുന്നു. ഓർക്കണമേ, 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു. ദൈവത്തിൻ്റെ തിരുമനസ്സിൽ പൂർണ്ണമായും ആശ്രയിക്കുക, പക്വതയോടെ നിലനിൽക്കുക. തുടർന്ന് പറയുന്നത്, പ്രാർത്ഥന മാത്രമല്ല, അതിനുവേണ്ടി അവൻ അധ്വാനിക്കുന്നുണ്ട്. ആദ്യമേ പ്രാർത്ഥനയാണ്. രണ്ടാമതായി പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്കയിലെയും ഹിദറാപോളിസിലെയും ജനങ്ങൾക്ക് വേണ്ടി അവൻ കഠിനമായി അധ്വാനിക്കുന്നു. സഭയെ പിടിച്ചു നിർത്തുവാൻ, വേലകൾ ചെയ്യുവാൻ, സാമ്പത്തികം വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. അവിടെയാണ് ഇവൻ എപ്പഫ്രാസ് കഠിനമായി അധ്വാനിക്കുക, കൂടുതൽ സമയം ജോലി ചെയ്യുക, അതിൽ നിന്ന് ഉണ്ടാകുന്ന പണം അവൻ പ്രത്യേകിച്ച് ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ സഭകൾക്കുമായി കൊടുക്കുക. നമ്മൾ മിഷൻ ഞായറൊക്കെ ആഘോഷിക്കുമ്പോഴും അതിനുവേണ്ടി പണം ചെലവഴിക്കുമ്പോഴും എല്ലാം അച്ഛൻ പറയുന്നു, നമ്മൾ കൊടുക്കുന്നു. പക്ഷേ സഭ വളരുവാൻ വേണ്ടി വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പുവാനും അവർക്കൊരു അത്താണിയായി തീരുവാനും എൻ്റെ അധ്വാനത്തിന് ഫലം അവിടെ എത്തണം എന്നുള്ളത് എൻ്റെ ഒരു പ്രേക്ഷിത പ്രവൃത്തിയാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് നാം അധ്വാനിക്കുകയും അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ എങ്ങനെ നിരസിക്കുക? ദൈവത്തിൻ്റെ ദാസനാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ തിരുമനസ്സിൽ പൂർണ്ണമായി ആശ്രയിക്കണമെന്നും പക്വതയോടെ നിലനിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് പ്രാർത്ഥിക്കാം, അധ്വാനിക്കാം, സഭാമക്കളെ നേടിയെടുക്കുവാൻ, അവരെ സ്വർഗരാജ്യത്തിലെത്തിക്കുവാൻ നമുക്കാവുന്ന വിധം പരിശ്രമിക്കാം, കൈകോർക്കാം. ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.